ഹലോ, ഞാനും ശിവും ദിവിനും ഞങ്ങൾ 3 പേരും ഒരു ബാർബിക്യൂ പാർട്ടിയിൽ പോവാണ്. ലുഷീർ മീൻസ് സ്ലീപ്പ് ഓവർ. ശിവ് ലുഷീറിയാൻ പോവാണ്. അപ്പൊ നമ്മള് പോണ ബാർബിക്യൂ പാർട്ടി എന്താണ് ഒക്കേഷൻ, എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി സ്റ്റേ ട്യൂൺഡ് വിത്ത് us. ഒട്ടും പ്ലാൻ ചെയ്യാതെ പ്ലാനായി പോയ പ്ലാനാണത്. ഞാനും അമ്മും അച്ഛനും താഴെ ഉണ്ട്. ഞാൻ മുകളിൽ റെഡി ആവാൻ വന്നതാണ്. അപ്പം ഞാൻ റെഡിയായി. നമ്മളെല്ലാവരും കൂടി ഫാദേഴ്സ് ഡേ സർപ്രൈസ് ഇവൻറ്റിനുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഷോപ്പിംഗ് വെച്ച് തുടങ്ങാം. അപ്പം നമ്മളെല്ലാവരും ആംസ്റ്റർഡാം സെൻട്രത്തേക്ക് പോവാണ്. അപ്പം നമുക്ക് ഒരുമിച്ച് പോകാം. യെസ് സുന്ദരി, കം ഓൺ ലെറ്റ്സ് ഗോ സുന്ദരി. പിക്നിക്ക് പോവാണ് ഞങ്ങൾ. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് കാലമായിട്ട് ഹസ്ബൻഡ്സിന് മാച്ചിങ് ഉടുപ്പ് കൊടുത്ത് ഞെട്ടിപ്പിക്കുന്ന ഒരു പരിപാടി, ഒരു വീഡിയോ കാണുന്നുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ആ ട്രെൻഡ് ഈ ഫാദേഴ്സ് ഡേക്ക് ഫോളോ ചെയ്യാം. അതുകൊണ്ടാണ് അതിൻ്റെ ഷോപ്പിങ്ങിന് നമ്മളിപ്പോൾ പോണത്. അങ്ങനെ റണ്ണിങ് കോമ്പറ്റീഷൻ നടത്തിയിട്ട് നമ്മൾ റൈഡ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പോയിക്കോളൂ. പപ്പാസ് എല്ലാവരും ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന് നോബിച്ചേട്ടൻ്റെ ബാച്ചിലേഴ്സ് പാർട്ടി സെലിബ്രേറ്റ് ചെയ്യാൻ പോയിരിക്കുക. അപ്പോൾ കിട്ടിയ ഗ്യാപ്പിൽ ഞങ്ങൾ 3 പേരും വിചാരിച്ചു എന്നാൽ പോയി ഷോപ്പിംഗ് ചെയ്തേക്കാണ്. സ്വല്പം വികൃതി ഉണ്ടെന്നേ ഉള്ളൂ. നല്ല അനുസരണമുള്ള കുട്ടികളോ, പറഞ്ഞാൽ കേട്ടോളൂ കേട്ടോ. ഇവരെ കൊണ്ടുപോകാൻ നല്ല എക്സൈറ്റിംഗ് ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവരും. കാരണം ഇവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരുമിച്ച് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ആദ്യമായിട്ടാണ് അവർക്ക് ഇങ്ങനെ പോകാൻ സാധിക്കണേ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ റോക്കിൻ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടുന്ന് ഷോപ്പിംഗ് സ്ട്രീറ്റ് പോകണം. അങ്ങനെ നമ്മൾ റോക്കിൻ സ്റ്റേഷൻ എത്തിയിരിക്കുന്നു. കിഡ്സ് എല്ലാവരും പുറത്തു പോകണം. 1 മണിക്കൂറേ ഉള്ളൂ. 1 മണിക്കൂറിൽ ദിബിനും സനിക്കും രജിക്കും ഒരേപോലത്തെ ഒരു ഉടുപ്പ് വാങ്ങണം. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അല്ലേ? അതെ, അവർ ഇടില്ലെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ വാങ്ങുമോ? അതെ. ഒരു ചെറിയ പ്ലാനിങ് ഗ്ലിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 8 മണിയായി സെൻറ്ററിൽ എത്തിയപ്പോൾ ഞങ്ങളിവിടെ എത്തിയപ്പോൾ പല കടകളും ക്ലോസ്ഡ് ആയിരുന്നു. ഞങ്ങൾ കുറച്ച് സ്ട്രെസ്ഡായി. പക്ഷെ ഭാഗ്യം കൊണ്ട് ഈ ഒരു കട ഓപ്പൺ ആയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇവിടുന്ന് ഷോപ്പ് ചെയ്യാം നമുക്ക്. ഇതൊരു നോർമൽ ഷോപ്പിംഗ് അല്ലല്ലോ. നമുക്ക് ഒരു ഉടുപ്പ് 3 സൈസിൽ വേണമായിരുന്നു. കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു. പക്ഷേ ഫൈനലി നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസിൽ സൈസസ് കിട്ടി. ഫാദേഴ്സ് ഡേ ആണ്. ഞങ്ങൾ കിഡ്സിനോട് അഭിപ്രായം ചോദിച്ചു. ഹേ ബച്ചാസ്, നിങ്ങൾക്ക് ഇതിൽ ഏത് ഉടുപ്പാണ് ഇഷ്ടമായത്? നിങ്ങൾക്കൊക്കെ മെറൂണാ ഇഷ്ടമായത്? ആനാ ബ്ലൂ? എണ്ണ പോലെ ഉണ്ട്. അമ്മ നമുക്ക് കാൻഡി വാങ്ങിച്ചു. അത് ഭയങ്കര യമ്മിയായിരുന്നു. അങ്ങനെ ഒരു ഇവന്റ്ഫുൾ ഷോപ്പിംഗ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. നമ്മൾ വീട്ടിൽ പോയിട്ട് അടിപൊളി ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കണം. നമ്മൾ സിറ്റി പോയത് മെട്രോയിലാണ് കേട്ടോ. തിരിച്ചു പോണത് ട്രാമിൽ. കിഡ്സിന് 2 എക്സ്പീരിയൻസും ആയിക്കോട്ടെ വെച്ചിട്ടാണ് കേട്ടോ. അമ്മു എന്നെ ദീപ്സ് വിളിക്കുന്നുണ്ട്. ഈ പോക്കിരീസും എന്നെ ദീപ്സ് എന്ന് വിളിക്കുകയാണ്. നമ്മുടെ നോൺ ഇന്ത്യൻ ഫ്രണ്ട്സ് വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കിയില്ലേ ഒരു ബിരിയാണി കഴിഞ്ഞ വ്ളോഗിൽ, ആ സെയിം ബിരിയാണിയാണത്. അച്ചുമേമ ആ ബിരിയാണി കിഡ്സിനൊക്കെ കൊടുത്തു. എന്നിട്ട് അവരെ കുളിപ്പിച്ച് കഥയൊക്കെ പറഞ്ഞ് കടത്തി ഉറക്കി ഞാൻ താഴെ വന്നപ്പോൾ ഐഷുവും ഗീതും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ബിരിയാണി കഴിച്ചു. നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പപ്പ സെൻറ്ററിൽ പോയില്ലേ, അവർ നോബി ചേട്ടൻ്റെ ബാച്ചിലേഴ്സ് പാർട്ടി കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സ്ക്രീനിൽ കാണാനാണ് കേട്ടോ നോബി ചേട്ടൻ്റെ കല്യാണമാണ് ഈ മാസം അവസാനം. അതായിരുന്നു ബാച്ചിലേഴ്സ് പാർട്ടി. ഞങ്ങളെല്ലാവരും കുറച്ച് നേരം വർത്താനം പറഞ്ഞു. എന്നിട്ട് ഐഷു, വിഷ്ണു, ഗീതു, പ്രതു പോയി. ബാക്കി എല്ലാവരും വീട്ടിൽ തന്നെ ആയിരുന്നു. രാവിലെ എണീച്ചപ്പോൾ ഇതായിരുന്നു അംഗം. ഇന്ന് ഫാദേഴ്സ് ഡേ. ഹാപ്പി ഫാദേഴ്സ് ഡേ ബച്ച. ഹേ മോഡ ബോയ്, ഹാപ്പി ഫാദേഴ്സ് ഡേ. പപ്പാസിന് ഇന്നൊരു 1 സർപ്രൈസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവർ അറിയുന്നുണ്ടോ? നെഹി അറിയാതെ അച്ചുമേമ ഉണ്ടാക്കിയ ഉപ്മാവ് രാവിലെ എണീച്ച് കഴിക്കുകയാണ്. മീൻ വയൽ ഞാനും അമ്മ മുകളിൽ പോയിട്ട് കിഡ്സിനെ കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള ഫാദേഴ്സ് ഡേ മെസ്സേജ് വരയ്ക്കാൻ പറഞ്ഞു. ഇവരെല്ലാവരും ഗംഭീര വരയ്ക്കലാണ് കേട്ടോ. തീരുന്നില്ല, കുറേ നേരമായി തുടങ്ങിയിട്ട്. അത് നിങ്ങളുടെ തീരാത്ത? എനിക്ക് ഉറപ്പാണ് ഇവർ വലുതാകുമ്പോൾ ഇതൊക്കെ ഇവരുടെ ബ്യൂട്ടിഫുൾ മെമ്മറീസ് ആയിരിക്കും. ഞാൻ അവർ ക്രിയേറ്റിവിറ്റി കണ്ട് ഞാൻ അവിടെ ഇരുന്ന് നന്നായി അവർ വര എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി ഞങ്ങൾ വരച്ച് തീർത്തു. നമ്മൾ ഈ വരച്ച് ഫാദേഴ്സ് ഡേ മെസ്സേജ് ആയിട്ട് താഴെ വന്നു. എന്നിട്ട് എല്ലാവരും ഓരോരോ പപ്പാസിന് പെയിന്റിങ്സ് ഒക്കെ കൊടുത്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കായിരുന്നു. എന്താണ് ഉണ്ണിക്ക് ഈ ആർട്ട് വർക്കിനെ കുറിച്ച് പറയാനുള്ളത്? ഇതിപ്പോ എന്റെ
10th September 22nd എന്റെ ബർത്ത്ഡേ. ഹാപ്പി ഫാദേഴ്സ് ഡേ. എന്നെ കൂടിയോ? ഫാദേഴ്സ് ഡേൻ്റെ മെയിൻ സെലിബ്രേഷൻ ഇസ് ബാർബിക്യൂ പാർട്ടി. അത് അമ്മൂൻ്റെ വീട്ടിൽ വെച്ച് നമ്മളെല്ലാവരും ഇപ്പോൾ അവിടെ പോവും. പക്ഷേ അതിൻ്റെ മുന്നേ നോബി ചേട്ടൻ്റെ ഒരു ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഞങ്ങളിപ്പോൾ തൽക്കാലമായി പിരിയുന്നു. പക്ഷെ ഇപ്പം തന്നെ 2 മണിക്കൂറിൽ ഞങ്ങൾ വീണ്ടും ഒത്തുകൂടുന്നു. ബാർബിക്യൂ അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ എല്ലാവരും വീട്ടിൽ പോയി. മീൻവാൽ നമ്മൾ വീട്ടിൽ വന്നിട്ട് അമ്മേനെയും ചേച്ചീനെയും ഒക്കെ ഫോൺ വിളിച്ചു. ഒരു സ്മൈലിയാണത്. അച്ഛനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മൊട്ടത്തല. ശരിയാ, മൊട്ടത്തലയുണ്ട്. ശരിയാ, നോക്കട്ടെ. ഉണ്ണി തന്നെയാണ് കേട്ടോ. നല്ല ചായ ഉണ്ട്. ശരിക്കും നല്ല ചായ ഉണ്ട്. കോളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ദേ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്ന ടൈം എത്തിട്ടോ. Oh my god. പൊളി. ഓ സൂപ്പർ. പാക്ക് ചെയ്തോ? ഷൂന്റെ മാസ്ക് പാക്ക് ചെയ്തോ? ഷൂന്റെ മാസ്ക് പിന്നെ ചോദിച്ചിട്ടുണ്ട് മത്സ്യമറാൻസ് ഉറുപ്പ്. ഇന്നലെ നേത്തനും ശിവം കൂടി നേത്തൻ്റെ വീട്ടിൽ സ്ലീപ്പ് ഓവറിൻ്റെ പ്ലാൻസ് ഒക്കെ ഇട്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പാക്കിംഗ് ഒക്കെ ചെയ്തിട്ട് വന്ന് എനിക്ക് ഡീറ്റെയിൽ ചെയ്ത് തരാണ് കേട്ടോ. പിന്നെ ശിവ അയൺമാൻ്റെ ഉടുപ്പ് എടുത്തു. പിന്നെ ശിവൻ നൈറ്റ് ഡ്രസ് എടുത്തു. പിന്നെ ശിവ ബ്രഷും എടുത്തു. നിങ്ങൾ ഡാർക്ക് ബ്ലൂ ബോയ്സ് ആണോ? Yes, we are men in blue. അല്ലേ? ഓഹോ. അങ്ങനെ നമ്മളൊക്കെ റെഡിയായ സ്ഥിതിക്ക് നമുക്ക് പോവാം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ നോബി ചേട്ടനെ ആദ്യം പിക്ക് ചെയ്യാൻ പോകണം. കാരണം നോബി ചേട്ടൻ്റെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് ഒരു സ്റ്റോറുണ്ട്, ഒരു ടർക്കിഷ് സ്റ്റോർ. അവിടെ നിന്ന് നമുക്ക് ബാർബിക്യൂ ചെയ്യാനുള്ള മീറ്റ് വാങ്ങാറുണ്ട്. നോബി ചേട്ടൻ്റെ വീട് ആംസ്റ്റർഡാമിൽ തന്നെയാണ്. നമ്മുടെ വീട്ടിന് തൊട്ടടുത്താണ്. 15 minutes ഡ്രൈവേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പോയി നോബി ചേട്ടനെ പിക്ക് ചെയ്തു. നോബി ചേട്ടൻ ഇട്ട ടീഷർട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതാണ് നോബി ചേട്ടൻ്റെ കിഡ്സ്. നമ്മൾ ദോഹയിലെത്തി. ദോഹ. പണ്ട് നെതർലാൻഡ്സിൽ മൂവ് ചെയ്തപ്പോൾ എല്ലാ ഫ്രൈഡേയ്സും നോബി ചേട്ടൻ്റെ വീട്ടിലായിരുന്നു ഞാനും ദിവനും അമ്മൂൻ സനിയും. ഞങ്ങളുടെ ഒരു ഹബ്ബായിരുന്നു. ഞങ്ങൾ ഫുൾ ടൈം അവിടെ ആയിരുന്നു. നോബി ചേട്ടൻ്റെ നിന്നാണ് കേട്ടോ നമ്മൾ പാരൻറ്റിങ്ങിൻ്റെ ആദ്യാക്ഷരങ്ങളൊക്കെ പഠിച്ചെടുത്തത്. ഹീസ് ആൻ അമേസിങ് ഫാദർ ആൻഡ് എ ഗ്രേറ്റ് ഹ്യൂമൻ. അങ്ങനെ നമ്മൾ ടർക്കിഷ് ഷോപ്പിൽ നിന്ന് മീറ്റൊക്കെ വാങ്ങി അമ്മൂൻ്റെ അടുത്തേക്ക് പോവാണ്, ഹൂഫ് തോർപ്പ്. ഇനിയാണത് മോസ്റ്റ് അവൈറ്റഡ് പാർട്ട്. ഇന്നലെ വാങ്ങിയ ഷർട്ടൊന്നും ആരും മറന്നിട്ടില്ലല്ലോ അല്ലേ? ഇപ്പം ഏതാനും നിമിഷത്തിലും ഇവർ 3 പേരും, അതായത് ദിബിനും രജിയും സനിയും അങ്ങോട്ടും ഇങ്ങോട്ടും കാണും. He's a school going boy. Same Is that? എന്താണ് നിങ്ങൾക്ക് ഈ ഷർട്ട് കണ്ടിട്ട് തോന്നിയത്? നിങ്ങൾ ഇന്നലത്തെ ഗൂഢാലോചനയായിരുന്നു. Salima? T-Tex. Good job, girls. Good job. 6 kids വെച്ച് പോകുന്നു, ഷോപ്പ് ചെയ്യുന്നു, വരുന്നു. Suppress. In a funny way. ഈ ഒരു സെനാരിയോ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വാവ്, അപ്പൊ സക്സസ്. ഡിഡ് യു ലൈക്ക് ദാറ്റ് സർപ്രൈസ്? ഇവരിനി ഞെട്ടിയതാണോ ഞെട്ടിയ പോലെ അഭിനയിച്ചതാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും പരിപാടി നല്ല വൻ സക്സസ് ആയിരുന്നു. നമ്മൾ അങ്ങനെ കുറെ നല്ല ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ഞാനും ദിബിനും അച്ഛനെ ഫോൺ വിളിച്ചു. ഹാപ്പി ഫാദേഴ്സ് ഡേ. പറ്റില്ല, തിരിച്ചു പറയാൻ പറ്റില്ല. താങ്ക് യു എന്നേ പറയാൻ പറ്റൂ. സെയിം ടു യു പറ്റില്ല. ഇതിലേതാ ശിവ അച്ഛാ? ഇതാണോ നല്ല ഐഡിയ ആയിരുന്നു അച്ഛൻ്റെ. അച്ഛനെ ഫോൺ വിളിച്ചതിന് ശേഷം നമ്മൾ കിച്ചണിക്ക് എത്തി. നമ്മളിപ്പോൾ മാരിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്തൂരി ചിക്കൻ ആണ്. നമ്മുടെ നോർമൽ ഹോം മാരിനേഷൻ ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറേ പ്രീ മാരിനേറ്റഡ് മീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതിൽ വലിയ താല്പര്യമില്ല. കാരണം എരും പുളിയൊന്നും അതിനുണ്ടാവാറില്ല. എൻ്റെ ഫേവറേറ്റ് എപ്പോഴും സോസേജസ് ആണ്. ബാർബിക്യൂ നടത്തുമ്പോൾ ഏറ്റവും ഫേവറേറ്റ് സോസേജസ് ആണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആണ് തന്തൂരി ചിക്കൻ. തന്തൂരി ചിക്കൻ്റെ മാരിനേഷൻ വാസ് ഔട്ട് ഓഫ് ദ വേൾഡ്. റിയലി ട്രസ്റ്റ് മീ, ഇറ്റ് വാസ് സോ 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 ഗുഡ്. പൊളി. നമ്മുടെ ബച്ച പാർട്ടിക്ക് പൊതുവെ ഇഷ്ടം ഹോട്ട് ഡോഗ് ഇല്ലെങ്കിൽ ബർഗറാണ്. അപ്പം നോബി ചേട്ടൻ കിഡ്സിന് വേണ്ടിയിട്ട് നോബി ചേട്ടൻ്റെ സ്പെഷ്യൽ സോസ് വെച്ചിട്ടുള്ള ഒരു കിടുക്കാച്ചി ബർഗർ ഉണ്ടാക്കി കൊടുത്തു.
ബർഗറിന്റെ എപ്പിക് ടേസ്റ്റ് കാരണം ഇവര് നോബിച്ചേട്ടനെ വിളിച്ച് റിവ്യൂ പറഞ്ഞിരിക്കുന്നു. ചേട്ടന്റെ ബർഗേഴ്സ് ബെസ്റ്റാണ്. Thank you. കാഗയുടെ ബർഗർ ആണോ അമ്മയുടെ ബർഗർ ആണോ കിട്ടുക? അധികം ലേറ്റ് ആവുന്നതിന് മുമ്പ് ബാർബിക്യൂ പാർട്ടി നമ്മൾ റാപ്പ് ചെയ്തു. കാരണം വെച്ചാൽ നാളെ വർക്കിംഗ് ഡേ ആണ്, വീക്ക് ഡേ ആണ്. കിഡ്സിന് പക്ഷേ ലീവാണ് കേട്ടോ. ശിവനും നെയ്ത്തനും ഡാനിക്കും ലീവാണ്. ശിവ് അവിടെ സ്ലീപ്പ് ഓവർ ചെയ്യാൻ പ്ലാൻ ചെയ്ത് പോയ ആളാണ്. തിരിച്ചു വരുമ്പോൾ പ്ലാനൊക്കെ മാറി. നെയ്ത്തനും ഡാനിയും വീട്ടിലേക്ക് വന്നു. അത് ആരി ബോയ്ക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. അവന് ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അലി ബോയ് ബൈ ബോയ് ബൈ ബോയ്. കരയരുത് നീ, സങ്കടം തോന്നും പക്ഷെ കരയരുത്. പോണ വഴിക്ക് നമ്മൾ നോബിച്ചേട്ടനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. ഗുഡ് നൈറ്റ് നോവിച്ചേട്ടാ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വ്ളോഗിൻ്റെ വിശേഷങ്ങൾ. ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. ഇറ്റ്സ് ചൗ ചൗ ഫ്രം ടി ആമോ.